ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വീട്ടിൽ വന്നപ്പം പേരയ്ക്ക വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരുപാട് പഴുത്തില്ല, അത്യാവശ്യം മധുരമുണ്ട്, എന്നാൽ ഒരുപാട് പൊട്ടുമല്ല. ആ ഒരു രീതി എനിക്കങ്ങനെ ഒരുപാട് പഴുക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ പറിക്കാമെന്ന് വിചാരിച്ച് ഉമ്മടുത്ത് തോട്ടം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് ഇച്ചു എന്താ തോട്ടയെ പിടിച്ച് വലിച്ച് നിൽക്കുന്നു. അങ്ങനെ കുറേ പേരയ്ക്ക പറിച്ച്. ഈ പേരയ്ക്ക ഞാൻ നിന്നാൽ കിട്ടത്തുമില്ല, കിളികളൊക്കെ കൊത്തും. അന്നേരം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ റംബൂട്ടാൻ സീസൺ ആണല്ലോ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് മഞ്ഞയായി വന്ന് തുടങ്ങി. അപ്പോൾ മഞ്ഞയാകുമ്പോഴത്തേനേ പറിച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങും. ചക്കയും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വീട്ടിൽ ചക്കയാണ്, എന്നും ചോറിൻ്റെ കൂടെ മിക്കപ്പോഴും ചക്ക കാണും. ഞാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മ ചക്ക കഴിക്കും. എനിക്ക് ചക്ക വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും കാണും ഞാൻ വരുന്ന ദിവസങ്ങളിൽ. അതിന് കിട്ടിയതെല്ലാം ഇച്ചു പറക്കി എടുത്തുകൊണ്ട് വെക്കുകയാണേ. ഇത് ഞങ്ങളുടെ വീട്ടിലെ മാങ്ങയാട്ടോ. ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറിച്ച് മരത്തിന്ന് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ പഴുപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തും പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. ഇത് ആത്തിക്കായിട്ടോ. ഇതിലും കുറേ കായുണ്ട്. ഇത് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. ഇതും നല്ല മധുരമാണ്. ഇത് വിളയാറാകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ച് വെച്ചിട്ട് പിന്നെ പഴുപ്പിക്കും. കാരണം നിന്ന് കഴിഞ്ഞാൽ കിളികൾ നമുക്ക് തരത്തില്ല. പിന്നെ വേറൊരു ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, മുള്ളാത്തി. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് കുറേ. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് സീതപ്പഴം. ഇതിങ്ങനെ വിളഞ്ഞിട്ടൊന്നുമില്ല. ഇച്ചുവിന് ഇത് നിൽക്കുന്ന കാണുമ്പോൾ ഇച്ചുവിന് പൊട്ട വെറും കരിമ്പൊട്ടാന്നേലും അവന് പറിക്കണം എന്ന് പറയും. പിന്നെ ഒരു പൈനാപ്പിൾ നിൽക്കുന്നുണ്ട്. ഇതും അങ്ങോട്ട് പാകം ആയില്ല കഴിക്കാൻ വേണ്ടിയിട്ട്.